ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിൽ ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ചതിന്റെ ദൃശ്യങ്ങളാണ് 24-ന് ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായി രമേശ് റാവുമാണ് സ്വർണം പൂശിയ വാതിൽ എത്തിച്ചത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ ബംഗളൂരുവിലെ ശ്രീറാംപുരയിലെ ഈ പ്രദർശനത്തിലും അവിടെയും ഈ സംഭാവനയും കാണിക്കയും ഒക്കെ സ്വീകരിച്ച് പണപ്പിരിവ് ഉണ്ടായിരുന്നോ? ഗോകുൽ, 2019 ശബരിമലയിലെ ശ്രീകോവിലിന്റെ പുതിയ വാതിൽ ഈ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ, ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ വെച്ച് നിർമ്മിച്ചത്. അത് ഇവിടെ എത്തിച്ച് ഇവിടെ വെച്ച് നിർമ്മാണം നടത്തി. അതിനുശേഷം ഈ വാതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ചെന്നൈയിൽ വെച്ചാണ് ഇത് സ്വർണം പൂശുന്നത്. ഈ സ്വർണം പൂശിയ ശേഷം വീണ്ടും ബംഗളൂരുവിലെ ഈ ക്ഷേത്രത്തിലേക്ക് ഈ വാതിൽ എത്തിച്ചു. അതിനുശേഷമായിരുന്നു ഈ പ്രദർശനം. ഈ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അന്വേഷണ സംഘവും ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വാതിൽ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു ദിവസം പൂർണ്ണമായും ഈ ക്ഷേത്രത്തിൽ ഈ വാതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പൂജാരിമാർ, നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടി എത്തി, ഈ വാതിൽ കാണുന്നതിന് വേണ്ടി എത്തി. അതിനൊപ്പം തന്നെ കാണിക്കയൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചതായാണ് നമുക്ക് ഈ ക്ഷേത്രം അധികൃതരിൽ നിന്ന്, അതിൻ്റെ ഭാഗമായിട്ടുള്ളവരിൽ നിന്ന്, ഭാരവാഹികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനുശേഷമാണ്, ഈ ഒരു ദിവസത്തെ പൂർണ്ണമായ പ്രദർശനത്തിന് ശേഷമാണ് ഈ വാതിൽ, ഈ ശ്രീകോവിലിൻ്റെ വാതിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. പിന്നീട് എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന കാര്യത്തിൽ എന്തായാലും വ്യക്തതയില്ല. അത്തരം ഇടപാടുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ ഉൾപ്പെടെ മറ്റ് പ്രമുഖരുടെ മുന്നിലും ഇതേ വാതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ജയറാമിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഈ ശ്രീകോവിലിൻ്റെ സ്വർണം പൂശിയ പുതിയ വാതിലാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത്തരം തരത്തിലുള്ള ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയും സഹായികളും ഇവിടെ ബംഗളൂരുവിലും അതോടൊപ്പം ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ നടത്തിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന്റെ പരിധിയിൽ അതും വരും. അടുത്ത ദിവസങ്ങളിൽ തന്നെ തെളിവെടുപ്പിനായി ബംഗളൂരുവിലും ചെന്നൈയിൽ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം എത്തുകയും ചെയ്യും. ഈ വിവരങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഗോകുൽ, ശരി. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ എങ്ങനെയൊക്കെ കച്ചവടമാക്കി, അല്ലെങ്കിൽ അതിൽ എങ്ങനെയൊക്കെ പൈസ ഇരിക്കുന്ന വഴിയാക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് എന്തൊക്കെ പ്രദർശനം നടത്തിയെന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ പ്രദർശനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.